ഇന്ത്യയുടെ ഹൈപ്പർസോണിക് കരുത്ത് ധ്വനി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടു കൂടി പരീക്ഷണം ആരംഭിക്കാനിരിക്കുന്ന ധ്വനി ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ചൈനയിലേക്ക് കടന്ന് അവരുടെ തന്ത്രപ്രധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പറയുന്ന ധ്വനി മിസൈലിൻ്റെ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകത. പാകിസ്ഥാൻ അപ്പോൾ എത്ര നേരം വേണം? ചൈനയിലേക്ക് 15 മിനിറ്റ് വേണം. ചൈനയിലെ ബീജിങ് ഏതാണ്ട് ആ മേഖലയില്ലെങ്കിൽ ചൈന കടൽ വരെയൊക്കെ എത്താനായിട്ട് ആ സമയമെടുക്കും. അപ്പോൾ പാകിസ്ഥാൻ വരെ എത്താൻ 3-4 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. അത്രയേറെ വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈൽ, ശബ്ദത്തേക്കാൾ 6 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇത്തരം മിസൈലുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ അത് 1, 2, 3 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണുള്ളത്. ഒന്നാമത്തത് അമേരിക്കയും, രണ്ടാമത്തത് റഷ്യയും, മൂന്നാമത്തത് ചൈനയുമാണ്. ഇപ്പോൾ 4ാമത് ഇന്ത്യ ആ രംഗത്തേക്ക് കുതിക്കുകയാണ്. നമ്മളുടെ ഈ പറയുന്ന യുദ്ധ സംവിധാനത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ആയുധങ്ങളുടെ ശേഷിയൊക്കെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്ക് കൈമുതലായി കിട്ടിയ കുറേ ആയുധങ്ങളുണ്ട്, അതിൻ്റെ കരുത്തുണ്ട്. നേരത്തെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആയുധങ്ങളൊക്കെ തന്നെ വലിയ പ്രഹരശേഷിയുള്ളതും ഈ പറയുന്ന ശത്രുവിൻ്റെ കരുത്തിനെ തകർക്കാൻ കഴിയുന്നതുമാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഇന്ത്യയുടെ പ്രാധാന്യം, ഇന്ത്യയുടെ മിസൈൽ കരുത്ത്, നമുക്ക് APJ അബ്ദുൽ കലാം സാറിനെ പോലുള്ളവരോടെല്ലാം നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ആ പറയുന്ന മിസൈൽ കരുത്ത് അവരിൽ നിന്ന് നമുക്ക് വലിയ തോതിൽ സംഭാവനയായി ലഭിച്ചതാണ്. അവരുടെ സംഭാവനയാണ്, അവരുടെ കണ്ടുപിടുത്തങ്ങളാണ് മിസൈൽ ടെക്നോളജി. ആ മിസൈൽ ടെക്നോളജിയാണ് ഇന്ന് വളർന്ന് അഗ്നി 5 സീരീസുകളൊക്കെ, പുതിയ NG അഗ്നിയൊക്കെ വരുന്നുണ്ട്, ന്യൂ ജനറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ധ്വനിയിലേക്ക് എത്തുന്നത്. ഈ ധ്വനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ ധ്വനി മിസൈലിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ, അത് ശബ്ദത്തേക്കാൾ ഈ പറയുന്ന 6 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ബൂസ്റ്റർ മിസൈൽ ഉണ്ടായിരിക്കും. ആ മിസൈലാണ് ഈ പറയുന്ന ധ്വനി മിസൈലിനെ, അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതാണ് മെസോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷത്തിൻ്റെ ഒരു പാളിയിലേക്ക് ഈ പറയുന്ന മിസൈലിനെ കൊണ്ടെത്തിക്കുന്നത്. അതിവേഗത്തിൽ അവിടെ എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ വലിയ വേഗതയിൽ ഇത് ദൂരേക്ക് പായുമ്പോൾ മെസോസ്ഫിയറിൻ്റെ പ്രത്യേകത കൊണ്ടും ഈ പറയുന്ന അന്തരീക്ഷത്തിൻ്റെ മർദ്ദത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും അതിവേഗത്തിൽ പായുന്ന ഈ നമ്മളുടെ ധ്വനി എന്ന് പറയുന്ന മിസൈലിൻ്റെ മുൻഭാഗത്തെ വായു അതിമർദ്ദത്തിലേക്ക് എത്തും. അതിമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർദ്ദം ഈ മിസൈലിനെ താഴോട്ട് പതിക്കുന്നതിൽ തടയും. അത് മാത്രവുമല്ല, ഇതിൻ്റെ മുന്നോട്ടുള്ള വേഗത്തെ കൂട്ടുകയും ചെയ്യും, 10 മടങ്ങ് കൂട്ടും. അങ്ങനെ ഈ മിസൈൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈല് ശത്രുവിൻ്റെ ഈ നിരീക്ഷണ ഉപകരണങ്ങളെ വെട്ടിക്കാൻ കഴിയും. അതായത് റഡാർ സംവിധാനങ്ങളെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുടങ്ങിയവയെല്ലാം വെട്ടിച്ച് കടന്നു പോകാൻ കഴിയും. അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയും പാകിസ്ഥാനും ഒക്കെ വെച്ചിരിക്കുന്ന ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പ്രധാനമായിട്ടും എവിടെയാണ്? ഒന്ന് ലഡാക്കിൻ്റെ പരിസരത്ത് ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അത് വെച്ചിട്ടുണ്ട് ചൈന. അപ്പോൾ ഈ ചൈനയുടെ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കടന്നാണ് ഇത് പോകുന്നത്. അവർക്ക് കണ്ടെത്താനോ ഏതെങ്കിലും മിസൈൽ അയച്ച് തകർക്കാനോ കഴിയില്ല. കാരണം ഇതുപോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ തകർക്കാനുള്ള ടെക്നോളജി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുമാത്രവുമല്ല, അത്തരത്തിൽ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹൈപ്പർസോണിക് ടെക്നോളജിക്ക് മേലെ വരുന്ന ഒരു ടെക്നോളജി ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നതായിരിക്കണം. അതുപയോഗിച്ച് അതിവേഗത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ആലോചിച്ച് നോക്കൂ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പാണ് അങ്ങ് എത്തുന്നത്. അപ്പോൾ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇതിനെ നിരീക്ഷിച്ച് ഇതെവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തി അതിൻ്റെ ശേഷി എന്താണെന്ന് അളന്ന് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു മിസൈൽ അയക്കുന്ന സമയം കൊണ്ട് ഈ റോക്കറ്റ് അവിടെ ചെന്ന്, അല്ലെങ്കിൽ മിസൈൽ അവിടെ ചെന്ന് പതിച്ച് അവർക്ക് വലിയ നാശം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ ഇത് കര ഇന്ധനം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്, ലിക്വിഡും ആയിട്ടുള്ള ഇന്ധനമുണ്ട്, കര ഇന്ധനമുണ്ട്. അപ്പോൾ കര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇന്ത്യയുടെ റോക്കറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് വലിയ രീതിയിൽ പുരോഗമിച്ചതാണ്. ആ റോക്കറ്റ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ മിസൈലുകളെല്ലാം തന്നെ ഇത്ര കരുത്തുള്ളതായിരിക്കുന്നത്. അതേ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ISRO ലോകത്തിൻ്റെ എല്ലാ ഉപഗ്രഹങ്ങളും, പല രാജ്യങ്ങളുടെ, വിവിധ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ കൊണ്ടുപോകുന്ന കൊമേഴ്ഷ്യലായിട്ട് അവരുടെ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവരുടെ ഉപഗ്രഹങ്ങളെല്ലാം ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അത് ഏതാണ്ട് 99% വിജയവുമാണ്.
അപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ ഇന്ത്യ വലിയ കരുത്താകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എത്രത്തോളം വികസിച്ചിരിക്കുന്നു, എത്രത്തോളം കരുത്ത് നേടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മുന്നേറുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന HGV, ഇത് ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങളെയെല്ലാം ചെറുക്കാൻ ശേഷിയുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഗ്നി 5 മിസൈലിൻ്റെ ബൂസ്റ്റർ റോക്കറ്റ് ഉണ്ടല്ലോ, ആ റോക്കറ്റിലായിരിക്കും ഇവയെ ആകാശത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സഞ്ചാര പഥത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. ധ്വനിയുടെ വേഗം ശബ്ദത്തേക്കാൾ 21 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നിലവിലെ 6 മടങ്ങാണ് സാധാരണഗതിയിൽ ഉള്ളത്, അതിന് 21 മടങ്ങ് വരെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 40 മുതൽ 5 കിലോമീറ്റർ വരെ മുകളിൽ ഉയരത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ബൂസ്റ്റർ റോക്കറ്റിൽ നിന്നത് വേർപെട്ട് ഇതിൻ്റെ സഞ്ചാര പഥത്തിലേക്ക് നീങ്ങുന്നത്. അവിടെ വെച്ചാണത് അതിവേഗം കൈവരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ആ സാങ്കേതിക വിദ്യയിലാണ് ഇതിൻ്റെ വേഗം 10 മടങ്ങ് വർദ്ധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഇതിൻ്റെ മുൻവശത്ത് ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞല്ലോ, അതിമർദ്ദം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതിമർദ്ദമുള്ള വായുവിൻ്റെ ഒരു തിരയുണ്ടാവും. അതിനെ ഹൈപ്പർസോണിക് വേഗതയിൽ എത്തിക്കുന്ന ഒരു ഷോക്ക് വേവ് ആയിട്ടാണ് പറയുന്നത്. ഷോക്ക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമർദ്ദത്തിലുള്ള വായു തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഈ തരംഗങ്ങളുടെ, ഈ തിരകളുടെ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ സവിശേഷമായ രൂപകൽപ്പന കൊണ്ട് ഇത് വലിയ വേഗത്തിൽ പോകുന്നത്. ഇത് എയറോഡൈനാമിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഏതാണ് മുൻഭാഗം കൂർത്ത് പിന്നിലേക്ക് വലുതായി വരുന്ന ഒരു ഘടന. ആ ഘടനയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അരികു ചേർന്ന് ഈ മർദ്ദമുള്ള വായുവിനെ നിലനിർത്തുന്നത് കൊണ്ട് ഇത് ഉയർന്നു നിൽക്കുകയും താഴേക്ക് പതിക്കാതിരിക്കുകയും ഇതിൻ്റെ ഈ ഷേപ്പ് കാരണം ഇത് മുന്നോട്ടേക്ക് അതിവേഗത്തിൽ കുതിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൃത്യമായി എത്തിക്കാനുള്ള സാങ്കേതിക പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ആശയക്കുഴപ്പത്തിലേക്ക് ശത്രുവിനെ കൊണ്ടെത്തിക്കുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ 10ലധികം പോർമുലകൾ ഇതിന് വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതാണ്ട് 1 ടൺ വരെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ സാധാരണ റോക്കറ്റുകൾ, ബോംബുകൾ, അതുപോലുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ സ്ഫോടക ശേഷിയുള്ള കാര്യങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള സംവിധാനങ്ങളെ വഹിക്കാനായിട്ട് ഇതിന് കഴിയും. അതുമാത്രമല്ല, ആണവ പോർമുനയും ഈ പറയുന്ന മിസൈലിന് വഹിക്കാൻ കഴിയും. ആണവ പോർമുനയാകുമ്പോൾ ഏതാണ്ട് 500 കിലോ ഭാരമാണ് ഇതിന് വഹിക്കാൻ കഴിയുക എന്നുള്ളത്. ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 കിലോഗ്രാമാണ്. അപ്പോൾ ഇത്രയും വേഗത്തിൽ ഈ പറയുന്ന ശത്രുവിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്കെല്ലാം കടന്നു ചെല്ലാൻ കഴിയുമെന്നാണ് പറയുന്നത്. 15 മിനിറ്റിനുള്ളിൽ ചൈനയിലേക്ക് കടന്നു കയറി. നമ്മളിപ്പോൾ ചൈനയെ പെട്ടെന്ന് പോയി ആക്രമിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ നമ്മളുടെ ശത്രുക്കൾക്ക് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ, തകർക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചോണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോകരാജ്യങ്ങൾ വയ്ക്കുന്ന ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. ആ ചെക്ക് ആൻഡ് ബാലൻസിൽ കൂടെയാണ് വലിയ ശക്തികളെല്ലാം തന്നെ നിലനിന്ന് പോകുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ വലിയ വലിയ ആയുധങ്ങളുണ്ട്, റഷ്യയുടെ കയ്യിലും അതേപോലെയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ എന്താവും? സർവനാശം സംഭവിക്കും. അപ്പോൾ അതുപോലെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ DRDO വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ധ്വനിക്ക് ചൈനയുടെ D117 എന്ന് പറയുന്ന ഗ്ലൈഡറാണ് അവരുപയോഗിക്കുന്ന ഒരു ഈ പറയുന്ന ഹൈപ്പർസോണിക് വെഹിക്കിളിൻ്റെ പേരാണ് DF-17 എന്ന് പറയുന്നത്. ഈ DF-17നേക്കാൾ വേഗതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. താഴ്ന്ന സഞ്ചാരപാതയുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലഡാക്കിലെ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ J-20 വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെയൊക്കെ ഇതിനെ തകർക്കാനാകും എന്നാണ് പറയുന്നത്. അത് മാത്രവുമല്ല, തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനായിട്ട് ചൈന HQ-19 എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അവയെയും തകർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. HQ-9 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ചൈന പാകിസ്ഥാന് കൊടുത്തത്. നമ്മളുടെ മിസൈലൊക്കെ പോയിട്ട്, അഗ്നിയൊക്കെ പോയിട്ട് തകർത്തില്ലേ, അത് ഈ പറയുന്ന HQ-9 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പാകിസ്ഥാനിൽ എന്താ ചെയ്തത്? അവർ HQ-9 അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മളുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ HQ-9നെ തന്നെ നമ്മൾ തകർത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അപകടത്തിലാണ്. അതുകൊണ്ടാണ് അവരുടെ വ്യോമ താവളങ്ങളെല്ലാം നമ്മൾ ആക്രമിച്ച് തകർക്കാൻ കഴിഞ്ഞത്. പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ തകർക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും
പ്രഹരശേഷിയുള്ള ഒരു മിസൈലാണുള്ളത്. 500 കോടി രൂപയോളമാകും ഒരു യൂണിറ്റിന് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതുകൊണ്ട് DRDO വികസിപ്പിക്കുന്നതുകൊണ്ട് ഏതാണ്ട് 200 കോടിയിൽ ഓളം രൂപ ഇതിൻ്റെ ചെലവിനെ ചുരുക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ 200 കോടിയോളം ആയി കുറയ്ക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 300 കോടിയോളം നമുക്ക് അവരുടെ ലാഭിക്കാൻ കഴിയും. അതായത് 500 കോടി രൂപ അല്ലെങ്കിൽ 600 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരെണ്ണത്തിന് വില വരുന്നിടത്ത് നമുക്ക് 3 യൂണിറ്റുകൾ നിർമ്മിക്കാനാവും എന്ന് പറയുന്നത്. അപ്പോൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ കരുത്തുകൊണ്ട് ഇന്ത്യ അതീവ ആയുധശേഷിയുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തുകയാണ്. പാകിസ്ഥാൻ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് 2028 കൂടി അതിൻ്റെ പ്രോട്ടോടൈപ്പും 2035 കൂടി അതിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള പതിപ്പും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 35ലേക്കൊക്കെ എത്തുമ്പോൾ കൂടുതൽ പരിഷ്കരിച്ച് ഈ 15 മിനിറ്റ് എന്നുള്ളതൊക്കെ കുറയാനും ആക്രമണശേഷി ഈ പറയുന്ന ആണവ പോർമുന 500-ഉം സാധാരണ പോർമുന 1000 കിലോ വഹിക്കാൻ കഴിയുന്നതൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. അപ്പോൾ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. ഇനിയും ഏതാണ്ട് 10 വർഷം നമുക്ക് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും. ഈ പറയുന്ന ഏറ്റവും അന്തിമമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താനായിട്ട് 2028 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രോട്ടോടൈപ്പിലേക്ക് എത്താൻ കഴിയുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മളുടെ വ്യോമ പ്രതിരോധ കരുത്തില്ലെങ്കിൽ വ്യോമ ആക്രമണ കരുത്തിനെ കൂട്ടുന്ന ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. ഇന്ത്യ വലിയ കുതിപ്പിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഇതെല്ലാം നൽകുന്ന സൂചന.